നമസ്കാരം. ഒരു തെറ്റ് തിരുത്തിയാൽ 1000 തെറ്റുകൾ തിരുത്തപ്പെടുമെങ്കിൽ എന്തുകൊണ്ട് നാം അത് ചെയ്തുകൂടാ എന്നുള്ളതാണ്. ഏവർക്കും സുപരിചിതമായ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം, ശിവസഹസ്രനാമം, പിന്നെ മറ്റു സൂക്താദികൾ, മന്ത്രങ്ങൾ എല്ലാത്തിലും ഉള്ള ഒരു ലെറ്ററാണ്, ഒരു അക്ഷരമാണ്. നായും തായും ചേർന്ന അക്ഷരം, അതായത് ന പ്ലസ് ത എന്നെഴുതി കഴിഞ്ഞാൽ നായും തായും ചേരുന്നു. ഉദാഹരണത്തിന് ചിന്ത, ശാന്തി എന്നുള്ളതാണ്. നമ്മൾ അത് പറഞ്ഞ് ശാന്തി ആയി. സാധാരണ ഭാഷയിൽ മലയാളത്തിൽ നാം ഉപയോഗിച്ച് പോരുന്നു. അവിടെയൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് മലയാളം നമ്മൾ സംസാരിച്ച് വരുന്നത്. പല ദേശങ്ങളിൽ പല ഭാഷ പല രീതിയിൽ പ്രയോഗമുണ്ട്. അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ നാം മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കണം എന്നൊരപേക്ഷയുണ്ട്. കാരണം ഈ നായും തായും ചേർന്ന സ്ഥലങ്ങളെല്ലാം തന്നെ നാം ഉച്ചരിച്ച് പോരുന്ന രീതി തെറ്റാണ്. അതൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1000 തെറ്റുകൾ തിരുത്തപ്പെടും. ഉദാഹരണമായി നാം എടുക്കാം, മന്ത്രം എന്ന വാക്ക് തന്നെ നമ്മൾ മന്ത്രം എന്ന് പറയുന്നു. ഇത് അറിയാതെ പറഞ്ഞ് അത് ശീലമായി. അതിനെ കണ്ട് മറ്റുള്ളവർ പഠിച്ചു, മക്കൾ പഠിച്ചു, മരുമക്കൾ പഠിച്ചു, ചെറുമകൾ പഠിച്ചു, ചെറുമകൻ പഠിച്ചു. ഇതിങ്ങനെ പോയി. ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ ആചാരമാകും, നാളത്തെ ശാസ്ത്രമിതാകാം, അതിൽ സമ്മതം മൂളായികരാജൻ. അപ്പോൾ ഒന്നിൽ നിന്ന് 10, 100, 1000 ഇന്നിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. നായും തായും, മന്ത്രം എന്നുള്ളത് ശീലിക്കുക. തന്ത്രി എന്നുള്ളതാണ്. ഇനി ഏവരും കേട്ട് കാണും, ശാന്തി മന്ത്രം എന്ന് പറഞ്ഞ് ശാന്തി മന്ത്രമായി. അതങ്ങനെയല്ല, ശാന്തി മന്ത്രം. ഇതൊന്ന് ശീലിച്ചാൽ പെട്ടെന്ന് വരും. ധ്യാന ശ്ലോകം ശാന്താകാരം ഭുജഗശയനം എന്നുള്ളത്. പക്ഷെ നാം ജപിക്കുമ്പോൾ ശാന്താകാരം ഭുജഗശയനം എന്ന് പറഞ്ഞ് ശീലിച്ചു പോയി. അതൊന്ന് മാറ്റിയാൽ കൊള്ളാം എന്ന് തോന്നുന്നു. കാരണം ഇനി വരുന്ന തലമുറ പതുക്കെ ശരിയിലേക്ക് നീങ്ങി ഒരു 5, 10 കൊല്ലം, 20 കൊല്ലം, 30 കൊല്ലം കഴിയുമ്പോൾ ഈ ഉച്ചാരണ രീതി എല്ലാം തന്നെ നമുക്ക് ശരിയാക്കുവാൻ സാധിക്കും. ഇന്ന് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ. അതിലൂടെ വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കുന്നു, മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു, അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. കാരണം ഇന്ന് 1000 ഗുരുക്കന്മാരുണ്ട്, ശിഷ്യന്മാർ ആരുമില്ല. ഒരു ശിഷ്യനേ ഉള്ളൂ. റേഷ്യോ അങ്ങനെയാണ്, 1000 ഗുരുക്കന്മാർ 1 ശിഷ്യൻ. പണ്ടൊക്കെ 1000 ശിഷ്യന്മാർ 1 ഗുരു. പോട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാം വാട്സപ്പിലൂടെ. നായും തായും ഉച്ചരിക്കുന്ന രീതി: ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം. അതുപോലെ തന്നെ ആ വരിയിൽ മറ്റൊരു പദം ലക്ഷ്മീകാന്തം എന്ന് പറഞ്ഞ് ശീലിച്ചു പോയി. ലക്ഷ്മീകാന്തം എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ കമലനയനം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ലക്ഷ്മീകാന്തം കമലനയനം എന്ന് പഠിച്ചു പോരുന്നു. യോഗ്യഹൃദ് ധ്യാനഗമ്യം. ഇതിനെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി, ലക്ഷ്മീകാന്തം കമലനയനം എന്നുള്ളതാണ്. അവിടെ ലക്ഷ്മീകാന്തം കമലനയനം എന്നില്ല. കാരണം ഇത് വേദങ്ങൾ ഉച്ചരിക്കുന്ന ഒരു രീതിയാണ്. ഇത് ഏവർക്കും പഠിക്കാം. ഇത് വരത്തില്ല എന്നുള്ളതൊക്കെ നമ്മളുടെ വെറും തോന്നലാണ്. ഇതൊക്കെ സുലഭമായിട്ട് വരും. മലയാളിക്ക് വഴങ്ങാത്തതായ ഭാഷകൾ ലോകത്തില്ല. അപ്പോൾ ലക്ഷ്മീകാന്തം കമലനയനം യോഗ്യഹൃദ് ധ്യാനഗമ്യം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എല്ലാ മന്ത്രങ്ങളിലും അവസാനം വരുന്ന, ഇല്ലെങ്കിൽ ഒട്ടുമുക്കാൽ മന്ത്രങ്ങളിൽ അവസാനം ചേർക്കുന്ന ശാന്തി ശാന്തി ശാന്തി, ഇതൊക്കെ ഇങ്ങനെ ഉച്ചരിച്ച് ശീലമായി പോയി കഴിഞ്ഞാൽ ഏത് മന്ത്രങ്ങൾ നിങ്ങൾ ജപിച്ചാലും അടുത്തത് ഉച്ചരിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഓം ശാന്തി 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 എന്നിങ്ങനെ ജപിക്കുകയുള്ളൂ. അതുപോലെ എല്ലാം തന്നെ അത് ശീലമാക്കുക. അടുത്ത ഒരു കാര്യം കൂടി ഇവിടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിസർഗത്തിന് ശേഷം പ വരികയാണെങ്കിൽ, കാരണം ഒരുപാട് സ്ഥലത്ത് വിഷ്ണു സഹസ്രനാമം പഠിക്കുമ്പോൾ ഒരു വിസർഗത്തിന് ശേഷം പ ഭ വരികയാണെങ്കിൽ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടിയുണ്ട്. അത് നമുക്കൊരു ഉദാഹരണത്തിനൊരു ശ്ലോകം എടുക്കാം. വിഷ്ണു സഹസ്രനാമത്തിലെ 2ാമത്തെ വരിയിൽ നമുക്ക് നോക്കാം. അവ്യയഃ പുരുഷഃ
സാക്ഷി എന്നുള്ളത്. അതെങ്ങനെയാണ് നാം ഈ യൂട്യൂബിലെല്ലാം കേട്ടിട്ടുള്ളത്? അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷരയേവച എന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ശരിയായിട്ട് ഉച്ചരിക്കേണ്ടത്? അവ്യയ, അവിടെ വിസർഗമുണ്ട്, അതിനുശേഷം പുരുഷ വരുന്നുണ്ട്, പാ വരുന്നുണ്ട്. അതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം? അവ്യയ പുരുഷ സാക്ഷി എന്നായി മാറും. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, വിസർഗത്തിന് ശേഷം പാ വരികയാണെങ്കിൽ ഇഫ്, ഇംഗ്ലീഷിലെ എഫ് എന്നൊക്കെ പറയാം, എഫ് അല്ല അത്, ഇഫ് എന്ന ഒരു ശബ്ദത്തോട് കൂടിയാണ് പാ ഉച്ചരിക്കേണ്ടത്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ പാണിനി പറയുന്നുണ്ട്. മഹർഷിയാണ്, അത് ലോകമഹാ അത്ഭുതം തന്നെയാണ് അഷ്ടാധ്യായി എന്ന് പറയുന്നത്. അതിലേക്ക് കിടക്കുന്നില്ല, നമുക്കിതിലേക്ക് വരാം. വിസർഗത്തിന് ശേഷം വരുന്ന പ, അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷരയേവച എന്ന് ഉണ്ട്. ഈ തെറ്റ് തിരുത്തി പഠിക്കുകയാണെങ്കിൽ എത്ര നന്നായേനെ. കാരണം നിങ്ങളിൽ നിന്ന് 100 പേര് പഠിക്കും, 100-ൽ നിന്ന് 1000 പേര് പഠിക്കും. എപ്പോഴും ഒരു തെറ്റോടുകൂടി നമ്മളോടുകൂടി ആ തെറ്റ് നിന്ന് പോരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു സ്റ്റാൻസ കൂടി നമുക്ക് നോക്കാം. ഹിരണ്യനാഭ സുതപ പത്മനാഭ പ്രജാപതി. ഇത് കേട്ട് കാണും. അപ്പോൾ സുതപാഹ പത്മനാഭ പ്രജാപതി എന്നുള്ളതാണ്. ഈ 3 സ്ഥലത്തും വിസർഗമുണ്ട്. ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം, ഒന്ന് മനസ്സിൽ ഉറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. വിസർഗത്തിന് ശേഷം പാ വരുന്നത്. ഹിരണ്യനാഭ സുതപാഹ പത്മനാഭ പ്രജാപതി. ഇവിടെ എല്ലാം വിസർഗമുണ്ട്. ഇതെങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? ഹിരണ്യനാഭ സുതപാ പത്മനാഭ പ്രജാപതി എന്നുള്ളതാണ്. ഇത് ഏവരും ശ്രമിക്കുക. ഒരു 10 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഏവർക്കും പറയാൻ പറ്റുന്ന വിഷയമാണ്. നല്ല രീതിക്ക് നമുക്ക് നാമജപങ്ങൾ തെറ്റുകൂടാതെ, കഴിയുന്നതും തെറ്റുകൂടാതെ ജപിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമസ്കാരം.